ഹലോ മക്കളെ, ടെല്ല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, കുറേ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ട്രയാങ്കിൾ, ഒരു സ്പെഷ്യൽ ട്രയാങ്കിളിനെ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു 53 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു സ്പെഷ്യൽ ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്തായിരുന്നു അല്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലെക്ചർ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നേ ഒക്കെ പഠിച്ച കുറച്ച് പ്രോപ്പർട്ടീസും കുറച്ച് ഇക്വേഷൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതാ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കിയേ. നമുക്കിവിടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് തറവാവണ്ടേ? പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഫിസിക്സിലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ഇയറിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേക്കും ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്താ? നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് മാത്തമാറ്റിക്സ് അത്ര സ്ട്രോങ് അല്ലാത്തതിൻ്റെ പേര് തന്നെ കുറച്ച് പ്രോബ്ലംസ് കുറച്ച് ടഫായിട്ട് വരാറുണ്ട്. ഫിസിക്സിൽ കൂടുതലും കുട്ടികൾക്കും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതും ഈ ഒരു മാത്തമാറ്റിക്സ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ സ്ട്രോങ് ആക്കാം. ഇനി അതേപോലെ ഫിസിക്സിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കാനും തറവാക്കാനും നമ്മുടെ ഈ മാസ്റ്റർ ക്ലാസ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ നമ്മുടെ എൻ്റെയർ മാസ്റ്റർ ക്ലാസ്സുകൾ, ഫിസിക്സിൻ്റെ ആയിക്കോട്ടെ, ബയോളജിയുടെ ആയിക്കോട്ടെ, കെമിസ്ട്രിയുടെ ആയിക്കോട്ടെ, എൻ്റെയർ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് NCERT-യിൽ ഒരൊറ്റ പോയിന്റ് പോലും ഇടാതെ NCERT നല്ല അരച്ച് കലക്കി പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മാസ്റ്റർ ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്തേക്കുന്നത്? സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. നമ്മുടെ രഞ്ജിത്ത് സാറിൻ്റെ ആയാലും അതുൽ സാറിൻ്റെ ആയാലും ഒക്കെ ഫിസിക്സിൻ്റെയും ബയോളജിയുടെ ഒക്കെ വീഡിയോസിൻ്റെ ട്രയൽ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോ ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടു നോക്കി നിങ്ങൾ ആപ്പിൽ ലോഗിൻ ചെയ്യുക, നമ്മുടെ കോഴ്സിലോട്ട് കയറി വരിക. ഓക്കെ, സോ ഈ ഒരു 2026 എന്ന് പറയുന്ന നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാം. സ്ട്രക്ചേർഡായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ ഈ ഒരു ഇയറിലെ നീറ്റ് ആക്സലറേറ്റർ പ്രോഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഇയറിലെ നമ്മുടെ ടെല്ലയുടെ നീറ്റ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൈക്രോ ബാച്ചസ് ആയിട്ടാണ്. 20 പേര് അടങ്ങുന്ന മൈക്രോ ബാച്ചസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ ബാച്ചസ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ ദിവസവും നിങ്ങളെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ എല്ലാ ഇഷ്യൂസും നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാം. സോ ആ ഇഷ്യൂസ് എല്ലാം അഡ്രസ്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. അങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് എപ്പോഴും കിട്ടാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ മൈക്രോ ബാച്ചസ് ആയിട്ട് നമ്മൾ ഈ ഇയറിൽ ബാച്ചസ് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ പഠിച്ചു തുടങ്ങാം. നമുക്ക് എന്തായാലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ? പ്രോബ്ലം സോൾവ് ചെയ്യാം. എന്താ നോക്കിയേ, നമുക്കിവിടെ ഫസ്റ്റ് തന്നേക്കുന്ന പ്രോബ്ലം എന്താണെന്ന് നോക്കിയേ. സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് v = 90 m/s അറ്റ് ആൻ ആംഗിൾ θ = 2 ഡിഗ്രി. ഓക്കെ, പ്രൊജക്റ്റൈൽ മോഷനിലെ ഒരു പ്രോബ്ലം. ഓക്കെ, സോ എന്ത് ചെയ്തു? ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്തു. എത്ര ഡിഗ്രിയിൽ? 2 ഡിഗ്രിയിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് വിട്ടു. 2 ഡിഗ്രിയിൽ. ഓക്കെ, തിക്നെസ് ഇച്ചിരി കൂടുതലാണ്, ഇച്ചിരി കുറയ്ക്കാം. ഓക്കെ, സോ 2 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്ത് വിട്ടു. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗ്രൗണ്ടിൽ നിന്നും ഈ പാർട്ടിക്കിൾ ഉണ്ടാക്കിയ മാക്സിമം ഹൈറ്റിനെ നമ്മൾ എന്ത് വിളിച്ചത്? Hmax എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ്. അതേപോലെ ദാണ്ട് ഇവിടെ നിന്ന് ആ പാർട്ടിക്കിൾ എവിടെ പോയി വീണത്? ദാണ്ട് ഇവിടെ വീണത്. സോ ഈ ഒരു ദൂരത്തെ, ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റേഞ്ച് എന്ന് വിളിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, സോ ടേക്ക് G = 10 എന്നും പറഞ്ഞിട്ടുണ്ട്. പൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്നും പറഞ്ഞിട്ടുണ്ട്? പൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 ആയിട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ജിയും 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? 10 ആയിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം പൈ എന്ന് പറഞ്ഞാൽ എത്ര? 3.14 സംതിങ് വരും അല്ലേ? സോ അതിനെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 കിട്ടും. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൈ സ്ക്വയറിനെ എന്തായിട്ട് അങ്ങ് അപ്രോക്സിമേറ്റ് ചെയ്തോളാൻ? 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്കിവിടെ 2 കാര്യങ്ങൾ അറിയണം. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷനും അറിയണം, അതേപോലെ റേഞ്ചിൻ്റെ ഇക്വേഷനും അറിയണം. ഇത് രണ്ടും നമുക്ക് അറിയത്തില്ലയോ? മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ ഫിസിക്സ് പഠിക്കും, എന്തായാലും പഠിക്കും. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? u² sin² θ/2g. u² sin² θ/2g. ഇനി അതേപോലെ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? അതുകൂടെ പഠിച്ചു വെച്ചോ. എന്താ? u² sin 2θ/g. ഓക്കെ, സോ u² sin² θ/2gയും ഒന്ന് u² sin 2θ/gയും. ഓക്കെ ആണോ? ഈക്വേഷൻസ് രണ്ടും ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ ഇതാ നോക്കിയേ.
നമുക്കിവിടെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണം? മാക്സിമം ഹൈറ്റ്. സോ h ഈസ് ഈക്വൽ ടു ഇതാ നോക്കിയേ, ഇവിടെ നിന്ന് നമുക്ക് എഴുതാം യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? യു സ്ക്വയർ, യു എത്ര? യു നമുക്ക് തന്നിട്ടുണ്ട് 90 മീറ്റർ പെർ സെക്കൻഡിലാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത് തന്നിട്ടുണ്ട്. എത്രയിലാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്? 90 മീറ്റർ പെർ സെക്കൻഡ്. സോ 90 മീറ്റർ പെർ സെക്കൻഡ് യു സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര ആവും? 90യുടെ സ്ക്വയർ അല്ലെങ്കിൽ 90 ഇൻറ്റു 90. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി അതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ. തീറ്റ വളരെ ചെറുതാണ് ഇവിടെ അല്ലേ? തീറ്റ വളരെ എന്താ ചെറുതാണ് ഇവിടെ. തീറ്റ എത്ര വന്നേക്കുന്നത്? 2 ഡിഗ്രിയാണ്. തീറ്റ എത്ര വന്നേക്കുന്നത്? 2 ഡിഗ്രിയാണ്. സോ നമുക്ക് മനസ്സിലായി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 2 ഡിഗ്രി. സൈൻ 2 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാടാ? എന്ത് തന്നെയാണ്? നമുക്കറിയാം സൈൻ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ? ഡിഗ്രിയിലല്ല ഇടേണ്ടത്, ഇത് എന്തിലാക്കണം? റേഡിയനിലാക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലയോ? സോ സൈൻ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? 2 ഇൻറ്റു പൈ ബൈ 180. സോ അല്ലെങ്കിൽ പൈ ബൈ 90 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, സോ 2 ഇൻറ്റു പൈ ബൈ 180. 2 ഇൻറ്റു പൈ ബൈ 180. 180 കട്ട് ചെയ്ത് പോയി പൈ ബൈ 90 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ്? പൈ ബൈ 90 തന്നെയാണ്. ഓക്കെ, സോ സൈൻ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? പൈ ബൈ 90. ഓക്കെ, സോ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോഴോ? സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ 2 ഡിഗ്രി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താവും? ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ പൈ സ്ക്വയർ ബൈ 90 സ്ക്വയർ അല്ലെങ്കിൽ 90 ഇൻറ്റു 90. ഓക്കെ ആണോ? സോ സൈൻ സ്ക്വയർ തീറ്റയും കിട്ടി, വാല്യൂ കിട്ടി നമുക്ക്. യു സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര? യു സ്ക്വയർ എത്ര? 90 ഇൻറ്റു 90. അടുത്തത് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ തീറ്റ എത്ര? 2 ഡിഗ്രിയാണ്. സൈൻ സ്ക്വയർ 2 ഡിഗ്രി എത്രയാണെന്ന് കിട്ടി നമുക്ക്? പൈ സ്ക്വയർ ബൈ 90 സ്ക്വയർ. ഓക്കെ, സോ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 90 സ്ക്വയർ, അതായത് 90 ഇൻറ്റു 90 ദ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്തേതാ 2g. 2 ഇൻറ്റു ജി എത്ര ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10. ഓക്കെ, ഇനി അതേപോലെ പൈ സ്ക്വയർ എത്ര ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ പൈ സ്ക്വയറും ഈ 10ഉം എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോവും. വിച്ച് ഈസ് ഈക്വൽ ടു അതേപോലെ ഒരു 90യും 90യും ഒരു 90യും ക്യാൻസൽ ആയി പോവും. സോ ആൻസർ എന്ത് കിട്ടും? 1/2 വിച്ച് ഈസ് ഈക്വൽ എത്ര? 0.5 മീറ്റർ. ഓക്കെ ആണോ? ഓക്കെ, സോ ആൻസർ എന്ത് കിട്ടി? 0.5 മീറ്റർ. ഇവിടെ വെലോസിറ്റി വന്നിരിക്കുന്നത് 90 മീറ്റർ പെർ സെക്കൻഡിലല്ലേ? സോ ആൻസർ എന്ത് കിട്ടും? 0.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഇനി അതേപോലെ റേഞ്ച് കണ്ടുപിടിക്കണം. നമുക്ക് ഇനി ആരെ കണ്ടുപിടിക്കണം? റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? R ഈസ് ഈക്വൽ ടു റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. യു സ്ക്വയർ നമുക്കറിയാം 90 സ്ക്വയർ അല്ലെങ്കിൽ 90 ഇൻറ്റു 90 ഇൻറ്റു സൈൻ 2 തീറ്റ. ഇനി അടുത്ത് നമുക്ക് ആരെയാണ് വേണ്ടുന്നത്? സൈൻ 2 തീറ്റ. അതാ നോക്കിക്കേ സൈൻ ഓക്കെ, സൈൻ 2 തീറ്റ. ഇവിടെ തീറ്റ എത്ര? തീറ്റ 2 ഡിഗ്രി. അപ്പോൾ 2 തീറ്റ എത്ര ആവും? 4 ഡിഗ്രി ആവും. സൈൻ 4 ഡിഗ്രി ആവും. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 4 ഡിഗ്രിയെ നമുക്ക് എന്താക്കണം? റേഡിയനിലാക്കണം. 4 ഇൻറ്റു പൈ ബൈ 180 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 4ഉം 180 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ ബൈ 45. പൈ ബൈ എത്ര കിട്ടും? 45 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? പൈ ബൈ 45 ആണ്. ഓക്കെ ആണോ? ഓക്കെ, സോ അത് പൈ ബൈ 45 എന്ന് കിട്ടി. സോ സൈൻ 2 തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം? സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 2 ഇൻറ്റു 2 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ 4 ഡിഗ്രി. സൈൻ 4 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 45. സോ പൈ ബൈ 45 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട്? ദ ഹോൾ ഡിവൈഡഡ് ബൈ ജി ഉണ്ട്. ജി എത്ര? 10 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? ഒരു 0 വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ 9ഉം 5 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 9ഉം 45 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? 5 കിട്ടും. 5ഉം 90ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 18. ഓക്കെ, സോ 18 കിട്ടും. സോ ആൻസർ എന്ത് കിട്ടും? 18 പൈ എന്ന് കിട്ടും.
സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇവിടെ നമ്മൾ എന്താ എടുത്തേക്കുന്നത്? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ സ്മാൾ ആംഗിൾ അപ്രോക്സിമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലോ. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി, തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയും തീറ്റയ്ക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, ടാൻ തീറ്റയും തീറ്റയ്ക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. തീറ്റ എന്തായിരിക്കണം എന്നേ ഉള്ളൂ? റേഡിയനിലായിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ ആണേ? ഓക്കെ. സോ നോക്കാം, അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് കോസ് 2 ഡിഗ്രി. ഫൈൻഡ് കോസ് 2 ഡിഗ്രി. എളുപ്പമാണ്, സിമ്പിളാ. ഞാൻ നോക്കിയേ, തീറ്റ വളരെ വളരെ സ്മോളാണ് അല്ലേ? തീറ്റ വളരെ വളരെ സ്മോളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തുവാ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നമ്മൾ എങ്ങനെ പഠിച്ചത്? സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാ? തീറ്റ തന്നെ. തീറ്റ വളരെ വളരെ സ്മോൾ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് cos square theta is equal to 1 എന്ന് എഴുതാം. സോ cos square theta is equal to 1 മൈനസ് sin square theta എന്ന് എഴുതാം. അല്ലെങ്കിൽ cos theta is equal to root of 1 മൈനസ് sin square theta എന്ന് എഴുതാം. ഇനി തീറ്റ വളരെ വളരെ സ്മോൾ ആണെങ്കിൽ cos theta is equal to root of 1 മൈനസ് theta square. സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെ എഴുതാം? തീറ്റ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അതുപോലെ നമ്മൾ പഠിച്ചായിരുന്ന ഒരു ബൈനോമിയൽ അപ്രോക്സിമേഷൻ വെച്ചിട്ട് കോസ് തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ബൈനോമിയൽ അപ്രോക്സിമേഷൻ വഴി 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. ഇത്രയും കാര്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒന്നുകിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. രണ്ടായാലും നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യും? അപ്രോക്സിമേറ്റ് ആയിട്ട് സെയിം വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, സോ നോക്കാം നമുക്ക്. ഞാൻ താണ്ട് ഇതെടുക്കാൻ പോവാം. ഓക്കെ, ഇതെടുക്കാൻ പോവാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ആണ്. ഇനി നമുക്കറിയാം തീറ്റ എന്തിലായിരിക്കണം? ഈ അപ്രോക്സിമേഷൻ എല്ലാം ചെയ്യണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം? അതാണ്ട് ഈ അപ്രോക്സിമേഷൻ ചെയ്യണമെങ്കിൽ തീറ്റ എന്തിലായിരിക്കണം? റേഡിയനിലായിരിക്കണം. സോ ഇവിടെ കോസ് 2 ഡിഗ്രി ആണ് തന്നിരിക്കുന്നല്ലോ. സോ കോസ് 2 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താ? കോസ് ഓഫ് 2 ഡിഗ്രി 2 ഇൻറ്റു ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കണം. റേഡിയനിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ മതി. അതും നമ്മൾ പഠിച്ചതാണ്. സോ 2 ഇൻറ്റു 180 കൂടെ ക്യാൻസൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് പൈ ബൈ 90 എന്ന് കിട്ടും. കോസ് എന്ത് കിട്ടും? പൈ ബൈ 90 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ദാ പറ, കോസ് പൈ ബൈ 90 ഈസ് ഈക്വൽ ടു നമ്മുടെ അപ്രോക്സിമേഷൻ ഇട് 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ഇല്ലയോ? തീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പൈ. തീറ്റ എത്ര? പൈ ബൈ 90. അപ്പൊ തീറ്റ സ്ക്വയർ എന്താ? പൈ സ്ക്വയർ ബൈ 90 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുവാ? 2. ഓക്കെ ആണോ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് പൈ സ്ക്വയർ എത്ര? പൈ സ്ക്വയർ അങ്ങനെ കിടക്കട്ടെ, ഡിവൈഡഡ് ബൈ 90യുടെ സ്ക്വയർ 8100 ഇൻറ്റു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? പൈ സ്ക്വയർ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്താ? 10 ആയിട്ട് അപ്രോക്സിമേറ്റ്. നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലും കണ്ടായിരുന്നു പൈ സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം? 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ഒരു പൈ സ്ക്വയറും ഒരു 10 ഒരു 0 എന്ത് ചെയ്യും? വെട്ടിപ്പോവും. ഓക്കെ, സോ 810 ഇൻറ്റു 2 എന്ത് കിട്ടും നമുക്ക്? 81 ഇൻറ്റു 2 എന്ത് കിട്ടും? 1 ബൈ 81 ഇൻറ്റു 2. 80 ഇൻറ്റു 2 എത്ര? 160 കിട്ടും അല്ലേ? 80 ഇൻറ്റു 2 എത്ര? 160 കിട്ടും. അപ്പോൾ ഇത് എത്ര കിട്ടും? 162 കിട്ടും. 81 ഇല്ലേ? സോ 162 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? 1620. ക്രോസ് മൾട്ടിപ്ലൈ 1620 മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1620 വിച്ച് ഈസ് ഈക്വൽ ടു 1619 ഡിവൈഡഡ് ബൈ 1620 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. ഇതിനെങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം? നോക്കിയേ, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ? 1620 ബൈ 1620 ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിന് ആൻസർ കിട്ടിയേനെ? 1 എന്ന ആൻസർ കിട്ടിയേനെ അല്ലയോ? സോ 1620 ഡിവൈഡഡ് ബൈ 1620 ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് കിട്ടിയേനെ? 1 കിട്ടിയേനെ. ഇവിടെ ഒരു നമ്പർ കുറവാണ്, 1619 ഉള്ളൂ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? നമുക്ക് ആൻസർ അപ്രോക്സിമേറ്റ്ലി 0.9999 അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ ആണോ? സോ ശരിക്കും പറഞ്ഞാൽ തീറ്റ വളരെ ചെറുതാണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ്? 1 എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ ആണോ? ഓക്കെ, സോ ഇതാണ് കോസ് തീറ്റയുടെ അപ്രോക്സിമേഷൻ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു ചെയ്യുക, കോസ് തീറ്റ വളരെ വളരെ ചെറുതാണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഓക്കെ, നമുക്കത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ 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 അതുകൊണ്ടാണ് നമ്മൾ ആ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോസിൻ്റെ അപ്രോക്സിമേഷൻ നമ്മൾ എവിടെ എങ്ങനെ എന്ത് ചെയ്യാറില്ല? ഉപയോഗിക്കാറില്ല. കാരണം തീറ്റ വളരെ ചെറുതാണെങ്കിൽ കോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതൊരു പ്രോബ്ലം പോലെ നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിവിടെ വർക്കൗട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ
അങ്ങനെ എന്താ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യും? ഈ പ്രോബ്ലം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നേരെ സൈൻ 2 ഡിഗ്രി പ്ലസ് 3 ഡിഗ്രി. 2 ഡിഗ്രി പ്ലസ് 3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 5 ഡിഗ്രി. ഓക്കെ, സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ് കിടക്കുക. നമ്മൾ എന്ന് വെച്ചിട്ട് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആ ഇക്വേഷൻ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഓരോന്ന് അപ്രോക്സിമേറ്റ് ചെയ്തോ? വേണ്ട, ആവശ്യമില്ല. കാരണം എത്ര? 2 + 3 എത്ര? 5 ആണ്, നമുക്കറിയാലോ. സോ സൈൻ 5 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 5 ഇൻറ്റു പൈ ബൈ 180. റേഡിയനിലാക്കണം അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു റേഡിയനിലാക്കുമ്പോൾ എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 3 15 16 17 18 ഒരു 3 റിമൈൻഡർ ഒരു 30. സോ സൈൻ എന്ത് കിട്ടും? 5ഉം 180യും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ 5 എത്ര വട്ടം ഉണ്ട്? പൈ അതേപോലെ എഴുതിക്കും, ഡിവൈഡഡ് ബൈ 5 × 3 ആകുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. സോ ഒരു 3 ഇവിടെ ഉണ്ട്. ഇനി 15 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 16 17 18, ബാക്കി ഒരു 3 ഉണ്ട്, ഒരു 0 ഉണ്ട്. സോ 30 എന്ന് പറയുമ്പോൾ 5 × 6 ആണ് 30. സോ 36. ഓക്കെ, സോ സൈൻ പൈ ബൈ 36 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ? പൈ ബൈ 36. പൈ ബൈ 36 ഇതായിരിക്കും എന്തോന്ന് ആൻസർ. ഓക്കെ. സോ മൈൻഡിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ അറിയണം? ഈസി ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ അറിയണം. സോ അത് പ്രോബ്ലംസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ tan 2 ഡിഗ്രി. സെയിം ലോജിക്ക്. tan 2 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര? നമുക്കറിയാം സ്മാൾ ആംഗിൾ അപ്രോക്സിമേഷൻ. സൈൻ തീറ്റയും അപ്രോക്സിമേറ്റ് ചെയ്ത് തീറ്റയാക്കാം, ടാൻ തീറ്റയും അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം? തീറ്റയാക്കാം. നമ്മൾ പഠിച്ചതല്ലേ? സോ tan 2 ഡിഗ്രി ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് 2 ഇൻറ്റു പൈ ബൈ 180 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 90 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ്? പൈ ബൈ 90. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം. ജസ്റ്റ് നമ്മൾ ആ സ്മാൾ ആംഗിൾ അപ്രോക്സിമേറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലം ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് തറവായിട്ട് ഓർത്ത് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യത ഇതേ ഉള്ളൂ. 2 ഡിഗ്രി ഡയറക്റ്റ് 2 ഡിഗ്രി അപ്രോക്സിമേറ്റ് 2 ഡിഗ്രി എന്ന് എഴുതരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? അപ്രോക്സിമേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ പൈ ബൈ 90 റേഡിയനിലാക്കണം. എപ്പോഴും അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എന്താക്കണം? അത് റേഡിയനിലോട്ടാക്കണം. സോ ടാൻ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2 ഡിഗ്രി. പക്ഷേ 2 ഡിഗ്രി എങ്ങനെ ആക്കണം? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിടണം. ഓക്കെ ആണോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാവൂ? ആൻസർ എഴുതാവൂ. ഓക്കെ. സോ നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി ആൻഡ് സൈൻ സി ഈസ് ഈക്വൽ ടു 3/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് സൈൻ എ ആൻഡ് കോസ് എ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ട്രയാങ്കിളിനെ പഠിച്ചായിരുന്നു. ഒരു 53 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിൾ പഠിച്ചായിരുന്നു അല്ലേ? സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ആയത്. അത് നോക്കിയാൽ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് എ ബി സി. സോ ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ വരയ്ക്കാം. റൈറ്റ് ആംഗിൾ എവിടെ ഉള്ളത്? റൈറ്റ് ആംഗിൾ അറ്റ് ബി. അതായത് റൈറ്റ് ആംഗിൾ എവിടെ ഉള്ളത്? ബിയിലാണ്. ഇത് എ ആയിരിക്കാം, ഇത് എ ആയിരിക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. സോ എ ബി സി. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സൈൻ സി ഈസ് ഈക്വൽ ടു 3/5. ഓക്കെ, സൈൻ സി തന്നിട്ടുണ്ട്. ഇതാണ്ട് ഈ ആംഗിളാണെന്ന് വിചാരിക്കുക. സി എന്ന് പറയുന്ന ആംഗിൾ ഇതാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ആംഗിൾ ഇത്, ബി എന്ന് പറയുന്നത് ഇത്, റൈറ്റ് ആംഗിൾ. ഓക്കെ, സോ സൈൻ സി എത്ര തന്നിട്ടുണ്ട്? സൈൻ സി എന്ന് പറയുന്നത് 3/5. സൈൻ എന്ന് പറഞ്ഞാൽ എത്ര? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് എത്രയായി? 5 ആയി. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സൈനയും കോസയും റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. സൈനെ ബൈ കോസയെ കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ ഓഫ് സൈനെ ആൻഡ് കോസ എന്ന് വെച്ചാൽ എന്തുവാ? സൈനെ ബൈ കോസയെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ എത്ര? 5ഉം 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം ഈ ആംഗിൾ എത്ര? 53 ഡിഗ്രി. ഈ ആംഗിൾ എത്ര? 53 ഡിഗ്രി അല്ലേ? നമ്മളിങ്ങനെയുള്ള ട്രയാങ്കിൾ പഠിച്ചില്ലയോ? 5ഉം 3ഉം വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര? 53 ഡിഗ്രി. ഈ സൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ആവുമെന്നും പഠിച്ചു? 4 ആവുമെന്നും പഠിച്ചതല്ലയോ? പഠിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, നമുക്ക് വേണ്ടുന്നത് എന്താ? സൈനെ, റേഷ്യോ ഓഫ് സൈനെ ആൻഡ് കോസെ. അതായത് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ആണ് നമുക്ക് വേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ എന്താ? സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എ അല്ലയോ? വിച്ച് ഈസ് ഈക്വൽ എത്ര? ടാൻ എ. എ എന്ന് പറയുന്ന ആംഗിൾ എത്ര? 53 ഡിഗ്രി. സോ ടാൻ 53 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 53 എത്ര? ടാൻ 53 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് 4/3.
ആൻസർ എന്ത് കിട്ടും? 4/3. സോ ഇമ്പോർട്ടൻറ്റ് ട്രയാങ്കിളാ, പഠിച്ചു വെച്ചോ. പ്രോബ്ലത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് വരാറുണ്ട്. ഓക്കെ ഓക്കെ. സോ tan 53 ഈസിക്കൽ എത്ര? 4/3 എന്ന് ആൻസർ കിട്ടും. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നില്ലയോ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലും പഠിച്ചത് എന്താ? ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്ന സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ്. നമ്മൾ ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് ഇത്. ഓക്കെ. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടുന്ന ആംഗിൾ ഏതാ? എ എന്ന് പറയുന്ന ആംഗിൾ, അതായത് ഈ ആംഗിളാണ് വേണ്ടത്. സോ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ്, ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ്. ഓക്കെ ആണേ? ഓക്കെ. ഇനി ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? റൈറ്റ് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളായിരിക്കും എന്തോന്ന്? ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. സോ ഈ ബേസിക് നോളജുകൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. നമ്മൾ പലപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഹൈപ്പോട്ന്യൂസ് ഏതാണെന്നും അഡ്ജസൻറ്റ് സൈഡ് ഏതാണെന്നും ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചറിയേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ, ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡ്, അതിൻ്റെ അടുത്തുള്ള സൈഡ് അഡ്ജസൻറ്റ് സൈഡ്. ഇനി എപ്പോഴും ആലോചിക്കുക, ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ. ഓക്കെ ഓക്കെ. സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും? അതുകൂടെ പഠിച്ചു വെച്ചോ. നമുക്കറിയാം മൊത്തത്തിൽ 180 വേണം, ഇത് 90. അപ്പോൾ ഇതും കൂടെ ചേർത്താൽ ബാക്കി 90 കിട്ടണം അല്ലേ? ഇത് 53 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 37 ഡിഗ്രി. ഓക്കെ ഓക്കെ. സോ ഇതും കൂടെ 90 കിട്ടി, ഇവിടെ ഒരു 90. സോ 90 180. ഒരു ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടി എത്ര ആൻസർ കിട്ടുന്നത്? 180. ഇത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എങ്ങനെ ചെയ്യാം? 4 tan square 45 പ്ലസ് 4 cos square 30 മൈനസ് 8 sin square 60. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലയോ? നമുക്ക് tan 45ൻ്റെയും cos 30യുടെയും sin 60യുടെ ഒക്കെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ, അത് നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? തറവായിട്ട് പഠിച്ചു വെച്ചേക്കണം. എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ പറ 4 tan square 45, 4 അതേപോലെ എഴുതി ഇൻറ്റു tan 45 എത്ര? tan 45 1. അപ്പോൾ tan square 45 എന്ന് പറഞ്ഞാൽ എത്ര? 1ൻ്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു cos 30 എത്ര? cos 30 നമുക്കറിയാം √3/2. അപ്പോൾ cos square 30 എത്ര? √3/2ൻ്റെ സ്ക്വയർ മൈനസ് 8 sin square 60 വന്നിരിക്കുന്നത്. sin 60 എത്ര? sin 60 എന്ന് പറഞ്ഞാൽ എത്ര? √3/2. അപ്പോൾ sin square 60 എത്ര വരും? √3/2ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? 4 പ്ലസ് ക്യാൻസൽ ചെയ്യും. 2ൻ്റെ സ്ക്വയർ ആകുമ്പോൾ ഇതെന്താവും? 4 ആവും. എഴുതി കാണിച്ചു തരാം. √3യുടെ സ്ക്വയർ 3, 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 8 ഇൻറ്റു √3യുടെ സ്ക്വയർ 3, 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4ഉം 4ഉം ക്യാൻസൽ, 4 3 7 മൈനസ് 2 6 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ 1 എന്ന് കിട്ടും. സിമ്പിൾ സിമ്പിൾ. അങ്ങനെ എന്താണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. sin square 4θ, ഇവിടെ 4θ കേട്ടോ, 40 അല്ല 4θ. sin square 4θ പ്ലസ് cos square 4θ. നമുക്കറിയാം sin square θ നമ്മൾ ഇത് പഠിച്ചതാ. sin square θ പ്ലസ് cos square θ ഈസ് ഈക്വൽ ടു എന്താ? 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ട്രിഗണോമെട്രി ഐഡന്റിറ്റിയിൽ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ sin square θ പ്ലസ് cos square θ ഈസ് ഈക്വൽ ടു എന്താ? 1 എന്ന് പഠിച്ചായിരുന്നു അല്ലയോ? ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താ വന്നിരിക്കുന്നത്? 4θ. എന്തോ ആയിക്കോട്ടെ, തീറ്റയ്ക്ക് പകരം എന്തോ വന്നോട്ടെ. sin square ഒരു എന്താ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ പറ. sin square ഒരു 1000θ പ്ലസ് cos square ഒരു 1000θ. കുഴപ്പമില്ല. sin square 1000θ പ്ലസ് cos square 1000θ ആണെങ്കിലും അത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ ഓക്കെ. സോ ഇവിടെ 1000θ ആയില്ലല്ലോ. ഓക്കെ 1000θ. ഓക്കെ. സോ sin square 1000θ പ്ലസ് cos square 1000θ ആയാലും എന്ത് തന്നെ ആൻസർ? 1 തന്നെ. ഇവിടെ ഈ തീറ്റയുടെ അടുത്ത് എന്ത് വന്നാലും എന്ത് തന്നെയാണ്? 1 തന്നെ ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ. ജസ്റ്റ് ഇത്രയും മാത്രമേ ആലോചിച്ചാൽ മതി. sin squareൻ്റെ അകത്ത് വരുന്ന ആൾ തന്നെ ആയിരിക്കണം എവിടെയും വരേണ്ടത്? cos squareനകത്ത് വരുന്നത്. ഇവിടെ നോക്കിയാൽ sin squareനകത്ത് വന്ന ആളാരാ? 4θ. cos squareനകത്ത് വന്ന ആളും ആര് തന്നെയാണ്? 4θ തന്നെയാണ്. ഓക്കെ. സോ അതിനകത്ത് വരുന്ന ആംഗിൾ, ആ ആംഗിളുകൾ രണ്ടും എന്താവണമെന്നേ ഉള്ളൂ? സെയിം ആവണമെന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പം തീറ്റ തന്നെ വരണമെന്ന് എന്തില്ല? നിർബന്ധമില്ല. കാരണം ഇവിടെ ആംഗിൾ വന്നേക്കുന്നത് എത്ര? 1000θ. ഇവിടെ ആംഗിൾ വന്നേക്കുന്നത് എന്താ? സെയിം തന്നെ 1000θ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് തന്നെയുള്ളൂ? 1 തന്നെയുള്ളൂ. ഓക്കെ. സോ അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. സോ ഇതിൻ്റെ ആൻസർ എന്താ? സിമ്പിളായിട്ട് പറയാം. ആൻസർ എന്താ? 1 ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ.
സോ അങ്ങനെയാണ് ഇതാ നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് എക്സ് കോമ വൈ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഷോ. അപ്പോൾ ഈ തന്നേക്കുന്ന ട്രയാങ്കിളിനകത്ത് എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സും വൈയും എഴുതിയിട്ടില്ലല്ലോ. ഇത് എക്സ് ആയിക്കോട്ടെ, ഇത് ഓസ് ഇത് എക്സ് ആയിക്കോട്ടെ, ഇത് വൈ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എക്സും വൈയും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം. അതേപോലെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന്. അപ്പോൾ അത് ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണമെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിൾ ഉണ്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്തുവാ? റൈറ്റ് ആംഗിൾ ഉണ്ടോ? റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലം 5 ആണ്. ഇവിടെ ആംഗിൾ എത്ര തന്നിരിക്കുന്നത്? 53. നമ്മൾ ഈ ട്രയാങ്കിൾ പഠിച്ചതാ, ഒരു സ്പെഷ്യൽ ട്രയാങ്കിളാ അല്ലയോ ഇത്, നമ്മൾ പഠിച്ചതാ. അങ്ങനെയാണെങ്കിൽ പറയാം, ഇത് 5 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് ഉറപ്പായിട്ടും 3 ആയിരിക്കും. എങ്കിലേ ഈ ആംഗിൾ എന്താകത്തുള്ളൂ? 53 ആകത്തുള്ളൂ. ഓക്കെ ഇല്ലയോ? ഓക്കെ. സോ ഇത് 5 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താകത്തുള്ളൂ? 53 ഡിഗ്രി ആകത്തുള്ളൂ. നമ്മൾ പഠിച്ചതാ. ഇത് 3 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ആയി? 4 ആയി. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിച്ചു. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 5 പ്ലസ് 3 പ്ലസ് 4. സോ ആൻസർ എന്ത് കിട്ടും? 5 4 9 10 12. ഓക്കെ ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ എന്താ തന്നേക്കുന്നത്? ഇവിടെ തന്നേക്കുന്നത് cos 53 എന്നുണ്ട്. cos 53 ഈസ് ഈക്വൽ ടു എന്താ? 3/5. ഫൈൻഡ് സൈൻ ആൻഡ് ടാൻ ഓഫ് ദ സെയിം ആംഗിൾ. ആൾസോ ഫൈൻഡ് sin 53 മൈനസ് cos 37. ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 53 ആംഗിൾ കണ്ടാലേ അറിയാം. നമുക്ക് ആംഗിൾ കണ്ടാലേ അറിയാം ഇത് ഏതാ ട്രയാങ്കിൾ. ഓക്കെ, സോ നോക്കിയേ, cos 53 ഇതാണ്ട് ഇത് 53 ആണെന്ന് വിചാരിക്കുക. എത്രയാണെന്ന് വിചാരിക്കുക? 53 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 53 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ പറ, cos 53 എന്ന് പറഞ്ഞാൽ എത്ര? 3/5. അതായത് 3 ഇതും 5 ഇതും. ഓക്കെ ആണോ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ സൈഡ് എത്ര ആവും? 4 ആവും. കണ്ടുപിടിക്കേണ്ട എന്താ? ടാനും സൈനും കണ്ടുപിടിക്കണം, സെയിം ആംഗിളിൻ്റെ. ഈസിയാണ്. sin 53 എത്ര? sin 53 ഈസ് ഈക്വൽ ടു 4/5. tan 53 is equal to opposite side by adjacent side 4/3. ഓക്കെ, സോ സെയിം ആ ട്രയാങ്കിളിൻ്റെ നമ്മൾ പഠിച്ച ആ സ്പെഷ്യൽ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ തറവാൻ വേണ്ടി നമ്മൾ ഈ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കണം. ഈ ഒരു 2-3 ലെക്ചർ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടീസ് മൊത്തം എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ ഓക്കെ, സോ അത് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈനും കിട്ടി, ടാനും കിട്ടി, കോസ് ആൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? sin 53 മൈനസ് cos 37 കണ്ടുപിടിക്കുകയാണ്. sin 53 മൈനസ് cos 37. ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം സൈനും കോസിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താ? സൈനിൻ്റെ കോഫങ്ഷനാണ് കോസ് എന്ന് പറയുന്നത് ഇല്ലയോ? സൈനിൻ്റെ കോഫങ്ഷനാണ് കോസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മീനിങ് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം sin 0 എത്ര? 1. cos 90 എത്ര? cos 90 എത്ര? അതും 1 തന്നെ. ഇനി വേറൊരു സാധനം പറയാം. sin 30 എത്ര? sin 30 എന്ന് പറഞ്ഞാൽ 1/2. cos 60 എത്ര തന്നെ? 1/2 തന്നെ അല്ലേ? ഇതിൻ്റെ മീനിങ് ഏതാ? ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 90 കിട്ടും അല്ലയോ? ഇത് 0 ആണെങ്കിൽ ഇത് എത്ര ആവണം? 90 ആവണം. രണ്ടിൻ്റെയും വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ കൂട്ടിയാൽ ടോട്ടൽ 90 കിട്ടുന്ന ആംഗിളുകളെ നമ്മൾ എന്ത് വിളിക്കും? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കും. ഓക്കെ, എന്ത് വിളിക്കും? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കും. 30ഉം 60ഉം എന്തൊരു ആംഗിൾസാണ്? കോംപ്ലിമെൻ്ററി ആംഗിൾസാണ്. കാരണം എന്താ? 30ഉം 60ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 90 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? sin 30 തരുന്ന അതേ വാല്യൂ കോസിൻ്റെ ആ കോംപ്ലിമെൻ്ററി ആംഗിൾ തരും. ഓക്കെ, sin 30 തരുന്ന അതേ വാല്യൂ ആര് തരും? cos 60 തരും. ഓക്കെ ആണോ? ഓക്കെ, ഇനി അതുപോലെ ആലോചിച്ചോ. sin 60 എത്ര? √3/2. ഇതേ വാല്യൂ ആര് തരും? കോഫങ്ഷൻ ആയിട്ടുള്ള കോസിൻ്റെ ഏത് ആംഗിൾ തരും? കോംപ്ലിമെൻ്ററി ആംഗിൾ തരും. സോ അതേതാ ആ വാല്യൂ? cos 30. cos 30 കണ്ടോ? 60, 30, 90 തന്നെ. സൈനിൻ്റെ ഈ വാല്യൂ ആര് തരും? കോസിൻ്റെ
ഈ 60യുടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആംഗിൾ കൊടുത്താൽ മതി. 60യുടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആംഗിൾ അതാ 30. സോ കോസ് 30 എന്ത് തന്നെയാണ്? √3/2 തന്നെ. ഓക്കെ, സോ കണ്ണും പൂട്ടി ആൻസർ പറയാം. സൈൻ 53യുടെ കോംപ്ലിമെൻ്ററി ആണ് ആര്? 37 എന്ന് പറയുന്ന ആംഗിൾ അല്ലയോ? അതായത് 53 37 കൂട്ടി എത്ര കിട്ടും? 90 കിട്ടും. അങ്ങനെയാണെങ്കിൽ സൈൻ്റെ ഈ വാല്യൂ തന്നെയായിരിക്കും കോസിൻ്റെ ഈ വാല്യൂ. ഓക്കെ ആണേ? ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചോ. ഇനി നമ്മൾ പഠിച്ചത് വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം സൈൻ 53യുടെ വാല്യൂ എത്ര? സൈൻ 53 എന്ന് പറഞ്ഞാൽ 4/5. സൈൻ 53 എന്ന് പറഞ്ഞാൽ എത്ര? 4/5 മൈനസ് അടുത്ത ആര് വേണം? കോസ് 37 വേണം. കോസ് 37 എത്ര? ഇത് 53 ആണെങ്കിൽ ഇതെത്ര? 37. സോ ഇതിൽ നിന്ന് കോസ് പറ. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആണോ? കോസ് 37 ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ അതും എന്ത് തന്നെയാണ്? 4/5 തന്നെയാണ്. അതും എന്ത് തന്നെയാണ്? 4/5 തന്നെ. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞെങ്കിൽ നോക്കിയേ. ഓക്കെ, 2 shorter side of a right angle triangle are 5 cm and 12 cm. Let denote the angle opposite to the 5 cm side. Find sin theta, cos theta and tan theta. Okay, let theta denote. Let theta denote the angle opposite to the 5 cm side. Find sin theta, cos theta and tan theta. 2 shorter side of right angle triangle are 5 cm and 12 cm. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അതിന് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. ഈ രണ്ട് ഷോർട്ടർ സൈഡ് ഒന്നെത്ര? 5, ഒന്നെത്ര? 12. ഷോർട്ടർ സൈഡുകൾ, ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡിനെ നമ്മളെന്ത് വിളിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ്. സോ രണ്ട് ഷോർട്ടർ സൈഡുകൾ 5ഉം 12ഉം ആണെന്ന് വിചാരിക്കട്ടെ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെറ്റ് തീറ്റ ഡിനോട്ട് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ 5 cm. 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എന്തോന്ന്? തീറ്റ എന്ന് വിചാരിക്കുക. 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എന്തോന്ന്? തീറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, ഫൈൻഡ് സൈൻ തീറ്റ, കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് കിട്ടത്തില്ലയോ? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു എന്താ? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലയോ? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 പ്ലസ് 144 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144 64 169 വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13. ഓക്കെ, ഇപ്പോൾ പ്ലസ് 13 എടുക്കണം, കാരണം എന്താ? ലെങ്താ. സോ ഇതെത്ര? 13. ഇനി സിമ്പിളാ. സൈൻ തീറ്റ എത്ര? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/13. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 12/13. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5/12. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. ഓക്കെ, നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൈൻ ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട? സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം ആയത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? സൈൻ 75ൻ്റെ വാല്യൂ, സൈൻ 15ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സൈൻ 75 പ്ലസ് സൈൻ 15. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആ തിയറി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലയോ? ഓക്കെ, നോക്കാം എന്തായാലും. നോക്കാം. സോ സൈൻ 75 എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ്, നമ്മൾ പറഞ്ഞായിരുന്നല്ലയോ 75 ഡിഗ്രി എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? അതിനെ അറിയാവുന്ന രണ്ട് ആംഗിളുകളായിട്ട് എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. 75 എന്ന് പറഞ്ഞാൽ എത്ര? 45 പ്ലസ് 30. സോ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? 45 പ്ലസ് 30 എന്ന് എഴുതാം. പ്ലസ് സൈൻ 15 എനിക്ക് അറിഞ്ഞുകൂടാ. 15 എന്ന് പറഞ്ഞാൽ എത്ര? 15 എന്ന് പറഞ്ഞാൽ എത്ര? 45 മൈനസ് 30 എന്ന് എഴുതിയാൽ മതി. സോ 45 മൈനസ് 30 എന്ന് എഴുതിയാൽ മതി. which is equal to sin of a plus b, sin a cos b plus cos a sin b അല്ലയോ? സോ ഈ വട്ടം ഞാൻ എഴുതി കാണിച്ചു തരാം. അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യത്തില്ല, ഡയറക്റ്റ് വാല്യൂസ് എഴുതത്തുള്ളൂ. ഓക്കെ, സോ സൈൻ 45 ഇൻറ്റു കോസ് 30 പ്ലസ് കോസ് 45 ഇൻറ്റു സൈൻ 30.
ഓക്കെ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി പ്ലസ് അടുത്ത എന്താ സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ ഓഫ് എ മൈനസ് ബി എന്താ സൈൻ 45 ഇൻറ്റു കോസ് 30 മൈനസ് കോസ് 45 ഇൻറ്റു സൈൻ 30. ഓക്കെ ആണോ? ഓക്കെ, നടുക്ക് മൈനസ് ആണെങ്കിൽ എക്സ്പാൻഷൻ്റെ നടുക്കും മൈനസ് തന്നെ വരും. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കോസ് 45 ഇൻറ്റു സൈൻ 30 മൈനസ് കോസ് 45 ഇൻറ്റു സൈൻ 30 എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോവും. അത് രണ്ടും എന്തായി പോവും? ക്യാൻസൽ ആയി പോയില്ലയോ? ക്യാൻസൽ ആയി പോയി. വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കി എന്തുണ്ട്? സൈൻ 45 എത്ര? 1/√2. വാല്യൂസ് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇൻറ്റു കോസ് 30 എത്ര? കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2. അടുത്തത് പ്ലസ് അടുത്ത ഇനി എന്തുണ്ട്? സൈൻ 45 അതെത്ര? 1/√2. കോസ് 30 എത്ര? കോസ് 30 √3/2. ഓക്കെ ആണോ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ട് LCM രണ്ട് സെയിമാ. മേളിൽ ചുമ്മാ ആഡ് ചെയ്യാം. √3 പ്ലസ് √3 2√3 2√3 ഡിവൈഡഡ് ബൈ 2√2. 2ഉം 2ഉം ക്യാൻസൽ. വിച്ച് ഈസ് ഈക്വൽ എന്താ? √3/2 എന്ന് എഴുതാം. √3/√2 രണ്ടിനെ അങ്ങ് റൂട്ടിനകത്ത് ഒരുമിച്ച് എഴുതാം. √3/2. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ ഫൈൻഡ് എച്ച്. തീറ്റ വളരെ എന്താ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ന്യൂസിന്റെ വാല്യൂ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ഓക്കെ ആണ്? ഓക്കെ, സോ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ്? ടാൻ തീറ്റ തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ, സോ ഈ സൈഡ് 3 ആണെന്ന് തോന്നുന്നുണ്ട്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതായത് P/H വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ? ടാൻ തീറ്റ തന്നെ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് P/3. പിയും കട്ട് ചെയ്ത് പോകും. പിയും കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം H അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയറി പഠിച്ച സമയത്ത് നമ്മളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മളിത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലയോ? നമ്മൾ റയോപ്റ്റിക്സിലെ ഒരു പ്രോബ്ലം എടുത്തിട്ട് ഒരു ഇമേജ് ഫോം ചെയ്ത് ഇമേജിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്രോക്സിമേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്നേരവും ഇത് പറഞ്ഞായിരുന്നില്ലയോ? ഹൈപ്പോട്ന്യൂസിൻ്റെയും ഈ അഡ്ജസൻറ്റ് സൈഡിൻ്റെയും വാല്യൂ എന്തായിട്ടിരിക്കും? ക്ലോസ് ആയിട്ടിരിക്കും ഇല്ലേ? ഏകദേശം അടുത്തടുത്ത വാല്യൂസ് കിട്ടും. അതിനർത്ഥം എന്താ? ഈ P എന്ന് പറഞ്ഞാൽ എന്താ? വളരെ കുഞ്ഞായിരിക്കും. ഓക്കെ. സോ നമ്മളിത് കണ്ടതാണ് നേരത്തെ. ഓക്കെ, ഇതാ നോക്കിയാൽ ഇവിടെ കണ്ടുപിടിക്കാം. നമുക്ക് കോസ് 15ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണം? കോസ് 15. നമ്മൾ നേരത്തെ എടുത്ത അതേ ഐഡിയ. കോസ് 15ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോസ് ഓഫ് 15 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രണ്ട് ആംഗിളുകൾ ഏതൊക്കെയാ? 45ഉം 13. സോ 45 മൈനസ് 30 ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ മൈനസ് ബി. കോസ് ഓഫ് എ മൈനസ് ബി എക്സ്പാൻഷൻ നമ്മൾ ഐഡന്റിറ്റീസ് കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചതാ. ഞാൻ പറഞ്ഞായിരുന്നു കൃത്യമായിട്ട് പഠിക്കണമെന്നില്ലയോ? സോ കോസ് ഓഫ് എ മൈനസ് ബി എന്തുവാ? കോസ് എ എത്ര? കോസ് 45. കോസ് 45ൻ്റെ വാല്യൂ എത്ര? 1/√2. കോസ് എ കോസ് ബി കോസ് 30 എന്ന് പറഞ്ഞാൽ എത്ര? √3/2. കോസ് എ കോസ് ബി നടുക്ക് മൈനസ് ആണെങ്കിൽ കോസിൻ്റെ എക്സ്പാൻഷനിൽ നടുക്ക് എന്ത് വരും? പ്ലസ് വരും. സോ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. സൈൻ 45 എത്ര? 1/√2. സൈൻ എ സൈൻ ബി എത്ര? സൈൻ 30 എത്ര? സൈൻ 30 1/2. വിച്ച് ഈസ് ഈക്വൽ ആൻസർ എന്ത് കിട്ടും? LCM ഡിനോമിനേറ്റർ രണ്ട് സെയിം 2√2. സോ മേളിൽ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. മേളിൽ ഇവിടെ √3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ √3 + 1 ഡിവൈഡഡ് ബൈ 2√2. ഓക്കെ ഇല്ലയോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ദ ഫോളോയിങ് ഡിഗ്രീസ് ഇൻറ്റു റേഡിയൻ. ഈ കാണുന്ന ഡിഗ്രികളെല്ലാം എന്ത് ചെയ്യുക? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാം, നമുക്ക് ഈസിയാണ്. ഇതൊരു റേഡിയൻ ഇന്ന് ഡിഗ്രി റേഡിയനിലൊക്കെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു π/180 ചെയ്താൽ മതി. സോ 160 ഡിഗ്രി. 160 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? 160 ഇൻറ്റു π/180 അല്ലേ? 0 കട്ട് ചെയ്ത് പോകും. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 16 എന്താവും?
8 ആവും. 2 കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താവും 9 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി ആൻസർ 8π/9 എന്ന് കിട്ടും. ഓക്കെ, സോ 160 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര 8π/9. അടുത്തത് 135 ഡിഗ്രി. 135, സോ 135 ഇൻറ്റു π/180. ഓക്കെ, സോ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 135 ക്യാൻസൽ ചെയ്യുന്നത് നോക്കിയോ. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അതാ നോക്കിയേ 135 ആണ്. 5 × 2 എത്ര 10. സോ ഇവിടെ എത്ര ഉണ്ട് ബാക്കി 3 വന്നിട്ടുണ്ട്. സോ 3 എന്ത് ചെയ്യും 35 ആയിട്ട് മാറും. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 10 കിട്ടി. 10ൻ്റെ ബാക്കി ഒരു 3 ഉണ്ട്. 13ൽ നിന്ന് ഒരു 3 ബാക്കിയുണ്ട് അല്ലയോ. സോ ആ 3 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് 35. എത്ര ഇൻറ്റു 5 ആ 35 7. സോ 27. ഓക്കെ, ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴോ നോക്കേ 5 × 3 എത്ര 15 കിട്ടും അല്ലയോ. 5 × 3 ആ 15 കിട്ടുന്നു. അപ്പോൾ ഒരു 3 ഉണ്ട്. ഇനി 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 18-നകത്ത് 15 കഴിഞ്ഞാൽ എത്ര ഉണ്ട് 16 17 18 3 ഉണ്ട്. സോ ഒരു 3യും ആ 0 കൂടെ 30 ഉണ്ട് അല്ലയോ. 30 എന്ന് പറയുമ്പോൾ 5 × എത്ര 36. സോ 36. ഓക്കെ, സോ 27π/36. ഇനി ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 9 കൊണ്ട്, സോ 9 × 3 ആണെന്ന് തോന്നുന്നു 27. 9 × 4 ആണെന്ന് തോന്നുന്നു 36. ഓക്കെ, സോ 3π/4. സോ 3π/4. ഓക്കെ. സോ അടുത്തത് 75 ഡിഗ്രി 65 ഡിഗ്രി. നിങ്ങൾ എന്ത് ചെയ്യുക തനിയെ ചെയ്ത് നോക്ക്. 75 ഡിഗ്രിയും 65 ഡിഗ്രിയും തനിയെ എന്ത് ചെയ്യും ഇൻറ്റു π/180 ചെയ്താൽ മതി. കൺവേർട്ട് ചെയ്യും. ഈസി കൺവേർഷനാണ്. ഓക്കെ, അപ്പോൾ അത് കൂടെ കൺവേർട്ട് ചെയ്ത് നോക്ക്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ. ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഓക്കെ, ബാക്കി തിയറി പാർട്ടും ബാക്കി തിയറിയും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇനി വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് പ്രോബ്ലം നോക്കിയിരുന്നു. അത് നോക്കി എന്താ ചോദിച്ചേക്കുന്നത് സർക്കുലർ ആർക്ക് ഓഫ് ലെങ്ത് 5 cm. ഫൈൻഡ് ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് ദ സെൻറ്റർ ഇൻ റേഡിയൻ. ഓക്കെ, റേഡാൻ അല്ല റേഡിയൻ. ഓക്കെ, ആൻഡ് ഡിഗ്രിയിലും കണ്ടുപിടിക്കണം. റേഡിയസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് 6 cm. ഓക്കെ, ഒരു സർക്കുലർ ആർക്ക്. ഓക്കെ, ആർക്കിൻ്റെ ലെങ്ത് എത്ര ആർക്ക് ലെങ്ത് എത്ര 5 cm. റേഡിയസ് എത്ര 6 cm തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ എത്ര ഈസിയാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ θ = ആ ഇക്വേഷൻ ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് എല്ലായിടത്തും ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. θ = എന്താ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് എത്ര π ഡിവൈഡഡ് ബൈ റേഡിയസ് എത്ര 6. 2 cm. സോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ π/6. π/6 എന്ന് പറഞ്ഞാൽ എത്ര π/6 ഈസി ആയിട്ട് നമുക്കറിയാം. π/6 എന്ന് പറഞ്ഞാൽ എത്ര 30 ഡിഗ്രി. ഓക്കെ, സോ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് വാല്യൂസ് sin 15-ൻ്റെയും cos 75-ൻ്റെയും അങ്ങനത്തെ കുറച്ച് വാല്യൂസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സോ ആ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ sin 15-ൻ്റെയും cos 15-ൻ്റെയും sin 75-ൻ്റെയും cos 75-ൻ്റെയൊക്കെ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക ബൈ ഹാർട്ട് ചെയ്തും കൂടെ വെച്ചേക്കുക. ഓക്കെ, ഇനി ആ 53 ഡിഗ്രിയുടെ ഒരു സ്പെഷ്യൽ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചായിരുന്നു. അതും എന്ത് ചെയ്യുക ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. ഓക്കെ, അതിൻ്റെ ആ വാല്യൂസ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം നിർബന്ധമില്ല. പക്ഷേ ആ 53 എന്ന് പറയുന്ന ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 2-3 പ്രോബ്ലമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ അതിൻ്റെ തിയറി ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഐഡൻറ്റിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പായിട്ട് ഓർത്തിരിക്കുക. അതേപോലെ നമ്മുടെ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്. അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയുള്ള പ്രോബ്ലംസാണ് നമ്മളിവിടെ എന്ത് ചെയ്തത് വർക്കൗട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും അടുത്തടുത്ത് വരുന്ന ലെക്ചറിലായിട്ട് നമ്മൾ കവർ ചെയ്യും. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.